പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ക്രിസ്തുവിലുള്ള സഹോദരങ്ങളെ, ഈ സന്ധ്യയുടെ അനുഗ്രഹീതമായ ഈ നിമിഷത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരീശന്മാരോട് പറഞ്ഞ ശക്തമായ ഒരു തിരുവചനമാണ് നാം ധ്യാനിക്കുന്നത്. കുരുടനായ പരീശനെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക, അങ്ങനെ അവയുടെ പുറവും വെടിപ്പാകും. ആമേൻ, ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ ആത്മീയ സത്യമാണ്. മനുഷ്യർ പലപ്പോഴും പുറമേയുള്ള ഭംഗിയാണ് കാണുന്നത്, എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളാണ് പരിശോധിക്കുന്നത്. നമ്മുടെ വസ്ത്രം വിശുദ്ധമായിരിക്കാം, നമ്മുടെ പ്രാർത്ഥനകൾ മനോഹരമായിരിക്കാം, നമ്മുടെ ദേവാലയങ്ങൾ വളരെ മനോഹരമായി മോടി പിടിപ്പിച്ചിരിക്കാം, എന്നാൽ നാം ദേവാലയത്തിൽ സ്ഥിരമായി പോകുന്നവരുമായിരിക്കാം. മറ്റുള്ളവരുടെ മുൻപിൽ നല്ല മനുഷ്യർ എന്ന പേരും നമുക്കുണ്ടാകാം, എന്നാൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അസൂയയും വിദ്വേഷവും അഹങ്കാരവും ക്ഷമിക്കാത്ത മനസ്സും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം പൂർണ്ണമാകുന്നില്ല. പരീശന്മാരുടെ വലിയ തെറ്റ് ഇതായിരുന്നു. അവർ നിയമത്തിൻ്റെ പുറം ചട്ടകൾ കൃത്യമായി പാലിച്ചിരുന്നു, എന്നാൽ സ്നേഹം, കരുണ, വിനയം എന്നീ ദൈവീക ഗുണങ്ങളെ അവർ പലപ്പോഴും അവഗണിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇന്നും ഈ വചനം നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എത്ര സമയം പുറമേയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു? നമ്മുടെ വീട് മനോഹരമാക്കുവാൻ നാം ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ സൂക്ഷിക്കുവാൻ നാം പരിശ്രമിക്കാറുണ്ട്. സമൂഹത്തിൽ നല്ല ഒരു പേര് ലഭിക്കുവാൻ നാം ശ്രമിക്കാറുമുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് എത്രമാത്രം നാം ചിന്തിക്കുന്നു? ഒരു വീടിൻ്റെ പുറംഭാഗം വളരെ മനോഹരമായിരിക്കാം, എന്നാൽ അകത്ത് ഇരുട്ടും അഴുക്കും നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ അവിടെ താമസിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ മനുഷ്യന്റെ പുറം ജീവിതം എത്ര മനോഹരമായാലും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പ്രകാശമില്ലെങ്കിൽ യഥാർത്ഥ സമാധാനം ലഭിക്കുകയില്ല. ഇതാണ് മാനസാന്തരത്തിൻ്റെ വിളി. ദൈവം ആദ്യം ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. നമ്മുടെ കണ്ണുകളിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ മറ നീങ്ങണം. നമ്മുടെ നാവിൽ നിന്ന് അപവാദവും ദുഷ്വചനങ്ങളും മാറണം. നമ്മുടെ മനസ്സിൽ നിന്ന് പകയും അസൂയയും നീക്കം ചെയ്യപ്പെടണം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മഹത്വം പുറമേ കാണിക്കുന്ന ഭക്തിയുടെ ആഡംബരത്തിലല്ല, മറിച്ച് രഹസ്യത്തിൽ ദൈവവുമായി പുലർത്തുന്ന ഒരു ആത്മബന്ധത്തിലാണ്. എത്രയോ പേർ മനുഷ്യരുടെ പ്രശംസയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയോ പേർ മറ്റുള്ളവർ കാണുവാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ കയ്യടിയേക്കാൾ ദൈവത്തിൻ്റെ പ്രസാദമാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നുള്ളത്. പ്രിയ ദൈവമക്കളെ, ഈ സന്ധ്യയിൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ഹൃദയത്തിൽ ക്ഷമിക്കാത്ത ആരെങ്കിലുമുണ്ടോ? എൻ്റെ മനസ്സിൽ മറഞ്ഞിരിക്കുന്ന അഹങ്കാരമുണ്ടോ? എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് തയ്യാറാകാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മുടെ അകത്തെ മുറിവുകൾ സൗഖ്യമാക്കുകയും
നമ്മുടെ ആത്മാവിനെ നവീകരിക്കുകയും ചെയ്യും. ഒരു ശുദ്ധമായ ഹൃദയമാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ബലിയർപ്പണം. അതുകൊണ്ട് നമുക്ക് പുറം ഭംഗിയിൽ മാത്രം അഭിമാനിക്കാതെ ഉള്ളിലെ വിശുദ്ധിക്കായി നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും തിരുവചന വായനയിലും അനുതാപത്തിൻ്റെ കണ്ണുനീരിലും നമ്മുടെ ഹൃദയത്തെ പുതുക്കുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ പുറം ഭാഗങ്ങൾ മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യമായ ഇടങ്ങളും അങ്ങ് അറിയുന്നവനാണ്. എൻ്റെ അഹങ്കാരത്തെ അവിടുന്ന് നീക്കണമേ. എൻ്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും വിനയത്തോടെ ജീവിക്കുവാനും എനിക്ക് അവിടുന്ന് കൃപ നൽകണമേ. എൻ്റെ ഹൃദയം പരിശുദ്ധ ആലയമാക്കി മാറ്റണമേ. പരിശുദ്ധ മാതാവായ കന്യക മറിയത്തിൻ്റെ മധ്യസ്ഥതയാലും എല്ലാ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാലും ഞങ്ങളെ നിത്യമായി കാത്ത് സൂക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.